AMMA അസോസിയേഷനിൽ ഇന്ന് ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞതോടുകൂടി കൂട്ടത്തല്ലും രാജിവെപ്പും പരിപാടികളൊക്കെ ആയിട്ട് ന്യൂസൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു തല്ലിലേക്ക് ഇതുപോലെ ഈ ശക്തി സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയ ഈ ഒരു പുതിയ അവരുടെ ശ്വേതാ മേനോൻ ലീഡ് ചെയ്തിരുന്ന, അങ്ങനെ തന്നെ പറയണം, ഇപ്പം രാജിവെച്ചെല്ലാം പോയല്ലോ, ആ ഒരു കമ്മിറ്റി അടപടലം പൊളിഞ്ഞ് താഴെ വീഴാൻ കാരണക്കാരായത് ഇതിനു മുമ്പുണ്ടായിരുന്ന കുറച്ച് ടീംസാണോ എന്നുള്ള സംശയത്തിൻ്റെ മുകളിലൊക്കെയാണ് ഇപ്പോൾ മീഡിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാനുണ്ട്. അതിലാദ്യം തന്നെ ഇന്ന് യോഗത്തിന് വരാതിരുന്ന യുവനിര എന്ന് പറഞ്ഞ് ആസിഫ് അലി, പൃഥ്വിരാജ്, ഡോയിനോ, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ബേസിൽ, ദുൽഖർ സൽമാൻ, ഉണ്ണി മൂന്തൻ എന്ന് പറഞ്ഞിട്ട് കുറേ പേരുടെ ഫോട്ടോസൊക്കെ വീഡിയോസ് കൊടുത്ത് കണ്ടു. ഇവരൊക്കെ എന്തിനു വരണം? അവരവരുടെ വർക്കും കളഞ്ഞ്, ഇപ്പോൾ അവരുടെ പ്രൈം ടൈമാണ് ഈ പറഞ്ഞ നടന്മാരുടെയൊക്കെ. ഇവരുടെ വർക്കും കളഞ്ഞ് ചുമ്മാ ഈ അലമ്പ് കേസിലേക്ക് വന്ന് ചാടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവരാരും വരാനും പോകുന്നില്ല. ഓക്കെ, അപ്പം അവരൊക്കെ വന്ന് ഇനി ഇതിലൊരു അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ യുവനിരയ്ക്ക് കൃത്യമായിട്ട് എന്ത് കൊടുക്കണം? സ്പേസ് കൊടുക്കണം. അവർക്ക് പറയാൻ വോയിസിനുള്ള ഒരു സ്പേസ് ഇവർ കൃത്യമായി കൊടുക്കാൻ സാധിക്കണം. അതൊന്നും അവിടെ നടക്കില്ല. അവിടെ ഇപ്പോഴും എന്താ ബാബുരാജ്, സിദ്ദിഖ്, അതുപോലെ കുറച്ച് ടീംസ് ഉണ്ട്. അവരുടെ ഇൻ്റർവെൽ ബാബു, ഇവരുടെ വിളയാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സ്പേസിനകത്തേക്ക് യുവനിരയൊന്നും വന്ന് നിൽക്കുന്നുള്ളത് ആരും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ലാലേട്ടൻ വരും. മൂപ്പരിന്നും വന്നിരുന്നു. മൂപ്പര് മീശയും പിരിച്ച് മുണ്ടും ജുബ്ബയിട്ട് മാസ് കാണിച്ച് ലാസ്റ്റ് അവിടെ വന്നൊരു മറ്റേ റോബോട്ട് ഡോഗിനോട് കളിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ. ഇത്രയും സീരിയസ് ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഈ റോബോട്ട് ഡോഗിന് പകരം ഞാൻ പറയുമ്പോൾ അതിലും നല്ല എൻ്റർടൈനർ ഉണ്ടായിരുന്നത് ഭീമൻ്റെ ഒക്കെ ആയിരുന്നു. ഒരു സൈഡിൽ ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ആ മുതൽ. ആ റോബോട്ട് ഡോഗിനെ ഇറക്കിയ കാശുണ്ടെന്നുണ്ടെങ്കിൽ അത് മുതലാക്കായിരുന്നു അസോസിയേഷന്. അതിന് വരെ ഇയാളെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാർ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിന്നിട്ടുണ്ടാവും. അത് അങ്ങനെ ഒരു വേട്ടാവളിയൻ. എന്താണെങ്കിലും ഈ ഒരു കമ്മിറ്റി, ശ്വേതാ മേനോൻ ലീഡ് ചെയ്ത ഈ ഒരു കമ്മിറ്റി വന്ന സമയത്ത് എന്തായിരുന്നു ഇവരുടെ കാണിച്ചു കൂട്ടൽ? നമ്മളത് കണ്ടതാണ് നമ്മൾ. അതിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് റിവൈൻഡ് അടിക്കുന്നു. പറഞ്ഞു ഞങ്ങൾ ഇന്നിങ്ങോട്ട് വന്നോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ ഒന്നിനൊന്ന് ബെസ്റ്റ് ആണ്. അവർ ഹാർഡ് വർക്ക് ചെയ്യും. നമ്മൾ 506 പേരും ഇനി വരുന്ന മെമ്പേഴ്സ്, ഇനി ജോയിൻ ചെയ്ത മെമ്പേഴ്സ് ഞങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കും, ആട്ടിച്ച് പൊളിക്കും. അല്ലേ? അടിച്ചു പൊളിക്കും. ആരും അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കരുത്. ഭയങ്കര ഒരു അറഗൻ ഫേസിലായിരുന്നു ഇവർ കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നത് ആദ്യം മുതലേ. കാരണം വുമൺ പവർ കിട്ടി, സ്ത്രീകൾക്ക് പവർ കിട്ടി, നല്ലതാണ്. നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വരുന്നത് നല്ലതാണ്. പക്ഷെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും നേതൃത്വത്തിലേക്ക് വന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം കൃത്യമായിട്ട് നിർവഹിക്കണ്ടേ? ഒരു അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ആ തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ സ്ഥാനം എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വൃത്തിയായിട്ടും കൃത്യമായിട്ടും ചെയ്തില്ലെങ്കിൽ അതവിടെ അംഗങ്ങൾ ചോദ്യം ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു ബോധം നിങ്ങൾക്ക് വേണ്ടിയിരുന്നു. അതുണ്ടായില്ല അവിടെ. ശ്വേതാ മേനോനും ടീമിനും പറ്റിപ്പോയത് അതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ന്യൂസിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. അമ്മ ഭരണസമിതി രാജിവെച്ചു എന്ന വലിയ വാർത്ത വരികയാണ്. ഭരണസമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചിരിക്കുന്നു. അവിശ്വാസം നേരിടാതെ തന്നെ രാജി. അതായത് റിപ്പോർട്ടിൽ ചർച്ച നടക്കുകയാണ്. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് തന്നെ അവിശ്വാസ പ്രമേയം നേരിടാതെ തന്നെ അമ്മ ഭരണസമിതി രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചരിത്രത്തിലില്ലാത്ത വിധം തിരഞ്ഞെടുക്കപ്പെട്ട് റെക്കോർഡ് വേഗത്തിൽ രാജിവെച്ചൊഴിഞ്ഞു പോകുന്ന ഒരു ഭരണസമിതിയായും കൊട്ടിഘോഷിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് അങ്ങനെ ഒരു ദുർവിധിയെ നേരിടേണ്ടി വരുന്നു എന്നതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. രൂക്ഷമായ വിമർശനങ്ങൾ, തുടർച്ചയായ വിമർശനങ്ങൾ, അതിൽ കണക്കുകളിലെ സുതാര്യതയില്ലായ്മ മുതൽ സംഘടനയുടെ പ്രതിച്ഛായയെ പൊതുസമൂഹത്തിന് മുൻപിൽ ഇകഴ്ത്തും വിധമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് തുടങ്ങിയും ഭരണസമിതിക്ക് വലിയ പിടിപ്പുകേടും പോരായ്മകളും ഉണ്ടായി എന്ന അംഗങ്ങളുടെ അതിരൂക്ഷമായ വിമർശനം, ഒപ്പം ഈ അവിശ്വാസത്തെ കൂടി നേരിടണം എന്ന നിർബന്ധം, ഇതൊക്കെ സംഘടനയ്ക്ക് മുന്നിൽ, പ്രത്യേകിച്ച് ഭരണസമിതിക്ക് മുന്നിൽ ഉണ്ടാവുകയാണ് ചെയ്തത്. നേരത്തെ തന്നെ ശ്വേതാ മേനോൻ താൻ തുടരുന്നില്ല, രാജിക്ക് സന്നദ്ധയാണ് എന്ന്
വേദിയിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷവും അവരോടും പൊതുവായി ചില സംസാരങ്ങളും ആശയവിനിമയവും ഒരു അനുനയ നീക്കവും ഒക്കെ ഉണ്ടായതാണ്. പക്ഷേ അതിനവർ സാവകാശം ചോദിക്കുകയാണ് ചെയ്തത്. വാർഷിക റിപ്പോർട്ടിന്റെ കാര്യത്തിൽ സാവകാശം ചോദിച്ചു. ട്രഷറർ ഇല്ലാതിരുന്ന സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ട്. സമാന പ്രശ്നം ഇപ്പോഴും ഉണ്ടായി. ഒരു 45 ദിവസം തന്നാൽ അതെല്ലാം ശരിയാക്കി ഭംഗിയായി അവതരിപ്പിക്കാം, കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞു. പക്ഷേ കഴിയില്ല എന്ന നിലപാട് ഒരു വിഭാഗം സ്വീകരിച്ചു. ആവശ്യമെങ്കിൽ ഈ ജനറൽ ബോഡി യോഗം തന്നെ നിയമപരമല്ല എന്ന് കാട്ടി കോടതിയെ സമീപിക്കുമെന്ന് വരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി. അൻസിബ അതിരൂക്ഷമായ വിമർശനം ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചു. തനിക്ക് നീതി ലഭ്യമായില്ല, തന്നെ വലിയ തോതിൽ മതവർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നു, അപ്പോൾ ഭരണസമിതി ഒപ്പം നിന്നില്ല എന്ന് തുടങ്ങി ഈ ഭരണസമിതിക്ക് മേലുള്ള കുറ്റവിചാരണയായി ജനറൽ ബോഡി യഥാർത്ഥത്തിൽ മാറി. ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് സാധനം. പൈസയാണ് വിഷയം. ഓക്കെ, അക്കൗണ്ട് ആണ് ഇവിടുത്തെ വിഷയം. ഒന്നാമത്തെ സീന് ഉണ്ണി ശിവപാൽ മുങ്ങി. ഓക്കെ, അവർ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ലേഡി പോയി കേസും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ആയതോട് കൂടിയിട്ട് ഇവർ ഉണ്ണി ശിവപാലിനെ എടുത്തിട്ട് എന്ത് ചെയ്ത് ഒന്ന് ആലോചിച്ചു. ട്രഷററുടെ അടുത്ത് ഇവർ ലീവിന് പറഞ്ഞേച്ച് ഏത് ഇവർക്ക് തീരെ അന്തല്ലേ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ. ട്രഷറർ ഓക്കെ, ഒരു സംഘടനയുടെ, അത് ഇത്രയും വലിയ സംഘടന, ഇത്രയും ഫണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഘടനയുടെ ട്രഷററിനെ ഇവർ വളരെ ഈസി ആയിട്ട് എടുത്തിട്ട് മറ്റേ ടൂറിനൊക്കെ പറഞ്ഞേക്കുന്ന പോലെ അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുക. ഉണ്ണി ശിവപാൽ അന്ന് പോയതാ. ഉണ്ണിക്കുട്ടനെ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ അന്ന് കണ്ടത് റിപ്പോർട്ടർ ചാനലിലും കണ്ടൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നു. ഉണ്ണിക്കുട്ടൻ ഞാൻ വരും, 21-ാം തീയതി ജനറൽ ബോഡി നടക്കട്ടെ, എനിക്ക് വിശ്വാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു വരവുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നാലും ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതായിരുന്നു, എങ്ങനെയുള്ള ഇതൊക്കെ ഇത്രയും മണ്ടത്തരം എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളത്. എന്താണെങ്കിലും ഇതൊക്കെ കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ എടുത്ത് പുറത്ത് എല്ലാവരും കൂടി എടുത്ത് കളഞ്ഞത് മെമ്പേഴ്സ്. പിന്നെ ഇവർക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ശ്വേതാമേനോനും ബാക്കി ടീമും അവർ തമ്മിൽ അടിയായപ്പോൾ ഓക്കെ, ഇലക്ട് ചെയ്ത് ഇവരൊരു ഗ്രൂപ്പായിട്ട് ആദ്യം പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ തമ്മിൽ അടിയില്ല. ലക്ഷ്മി പ്രിയയും ഈ പറഞ്ഞ നീന കുറുപ്പേച്ചിയും കൂടി തമ്മിൽ അടിയായി. അതിനിടയിൽ അത് അൻസിബയിലേക്ക് എത്തുന്നു. അത് വീണ്ടും അവിടുന്ന് കുക്കു പരമേശ്വരൻ വഴി വീണ്ടും അത് എസ്കലേറ്റ് ആവുന്നു. അതിനിടയിൽ ട്രഷറായ ഉണ്ണി ശിവപാലും അവിടുത്തെ ഓഫീസ് സ്റ്റാഫും തമ്മിൽ അടിയാവുന്നു. ഇതിങ്ങനെ കിടന്ന് റിവോൾവ് ചെയ്യാണ്. ഓക്കെ, ഇതിനൊന്നും ഒരു അന്തവും കിട്ടാതെ ശ്വേതാമേനൻ എന്ന് പറഞ്ഞ പ്രസിഡന്റ് അവിടെ അന്തം വിട്ട് നിൽക്കണമുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇവരൊക്കെ ഉള്ള തമ്മിലടി ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശ്വേതാമേനോൻ്റെ കയ്യിൽ നിന്ന് പോയത് കൃത്യമായിട്ട് ഓപ്പോസിറ്റുള്ള ബാബുരാജ്, സിദ്ദിഖ്, ഇടവേള ബാബു, ഗണേഷ് കുമാർ, ഇങ്ങനൊരു ടീമുണ്ട്. അതായത് ഈ അമ്മ സംഘടന വർഷാവർഷങ്ങളായിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ടീംസ്. ഇവർക്കിത് വളരെ ഈസിയായി കാര്യങ്ങൾ. കാരണം ഇവരുടെ ഇടയിൽ ഒരു കോർഡിനേഷനും ഇല്ല. ഇവർ തമ്മിൽ ഒന്നും ഒരു രീതിയിലുള്ള കോർഡിനേഷനിലും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഇവർ മക്ക് വെച്ചു. അതാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടിയ പണി ആക്ച്വലി. ഓക്കെ, ഇനി ശ്വേതാമേനോൻ പുറത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവർ കൃത്യമായൊരു ഫിനാൻസ് ഓഡിറ്റ് കീപ്പ് ചെയ്തില്ല എന്നുള്ള ആരോപണമാണ്. പക്ഷേ ശ്വേതാമേനോൻ ഇന്ന് എല്ലാ ചാനലിനും കൊടുത്ത ബൈറ്റിനകത്തും പറയുന്നുണ്ട് ഇത് ആക്ച്വലി ഇതിന് മുമ്പുണ്ടായിരുന്ന അഡോക് കമ്മിറ്റി, അതായത് ബാബുരാജൊക്കെ ഉണ്ടായിരുന്ന അഡോക് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അന്ന് തന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു കമ്മിറ്റി മാറി അടുത്തൊരു കമ്മിറ്റിക്ക് പോകുമ്പോൾ എല്ലാ അക്കൗണ്ട്സും ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അടക്കം വേണം കൊടുത്തിട്ട് വേണം അവർ തുടങ്ങാൻ. ഇവർക്ക് കിട്ടിയ സമയത്ത് ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. അതിൻ്റെ അക്കൗണ്ട്സേ ക്ലിയർ അല്ല. അവിടെ തന്നെ ക്യാഷിൻ്റെ ഡീല് നടന്നിട്ടുള്ളത് പലതും പൈസയായിട്ട്, അക്കൗണ്ട് ത്രൂ അല്ല പൈസയായിട്ടുള്ള ഡീലുകളാണ് നടന്നത്. അതിലിപ്പോഴും ക്ലാരിറ്റി ഇല്ല. അത് ഞങ്ങൾ എങ്ങനെ അതിൻ്റെ ക്ലാരിറ്റി കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ഈ പുതിയ ജനറൽ ബോഡിയിൽ ഇതെങ്ങനെ ഞങ്ങൾ സമർപ്പിക്കും എന്നുള്ളൊരു ചോദ്യം ഇവർ ചോദിക്കുന്നുണ്ട്. വാലിഡാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇവരുടെ സമിതി, ഈ പറഞ്ഞ കമ്മിറ്റി ഉള്ള സമയത്ത് തന്നെ ഇവരുടെ ട്രഷറർ പോയ സമയത്തുള്ള ഇവരുടെ ബാക്സ് ഉണ്ട്. മനസ്സിലായോ? ആ കാര്യങ്ങൾ ഇനി എങ്ങനെ ഇതാക്കുന്നുള്ള അവർക്ക് അറിയാൻ പാടില്ലല്ലോ. അങ്ങനത്തെ സീനും ഉണ്ട്. മനസ്സിലായില്ല? അപ്പം ഈ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ പറയുമ്പോൾ എന്താ പറയുക, ഇതിനകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തണം. ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് എത്ര പൈസയുടെ തിരിമറി നടന്നിട്ടുണ്ട്. ഇതൊരു ചാരിറ്റി പരിപാടിയാണല്ലോ, വെൽഫെയർ സംഘടനയാണ്, ചാരിറ്റി സംഘടനയാണ്. ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഈ സാധനം ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, ഈ AMMA അസോസിയേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഫണ്ടിൻ്റെ ലാബ്സ് എങ്ങനെ വന്നു, ഇതിൻ്റെ കണക്കുകൾ എങ്ങനെ ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുമ്പോൾ സർക്കാർ തലത്തിലൊരു അന്വേഷണം നടത്തണം. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേത മേനൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ
അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപികളായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡ ആയിരുന്നു. നമ്മുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. പക്ഷെ മിക്ക ആൾക്കാരും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിശ്വാസം പ്രമേയം സൈൻ ചെയ്യിപ്പിച്ചു. നമ്മൾക്ക് ഒന്നും പറയാതെ നമ്മളോട് ഒരു ആദ്യമേ ഒരു എന്താ പറയാ അജണ്ട വെച്ചിട്ട് നമ്മളെ പുറത്താക്കാൻ ഓക്കെ, ഇത് ശ്വേതാ മേനോന് തോന്നിയതായിരിക്കണം ഈ ഒരു അജണ്ട വെച്ചിട്ട് ഇവർക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത്. ഇതൊരു അജണ്ട വെച്ച് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ആംഗിളും ഇതിനകത്ത് കാണാം. അതല്ലാതെ വേറൊരു ആംഗിൾ ഇതിനകത്ത് കാണാൻ പറ്റും. ഈ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനകത്തുള്ള ആളുകൾ തന്നെ കരിവാരി തേച്ചുകൊണ്ടും ഈ അസോസിയേഷനെ മോശം പറഞ്ഞുകൊണ്ടും തമ്മിലടിച്ചുകൊണ്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കേസും കൂട്ടവും മീഡിയയുടെ ഫ്രണ്ടിലേക്കുമായിട്ട് ചെല്ലുകയാണ്. അൻസിബ, ലക്ഷ്മി പ്രിയ, ടിനി ടോം, ഈ പറഞ്ഞ നീന കുറുപ്പേച്ചി, ഇതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇവരൊക്കെ തമ്മിൽ അടി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മെമ്പേഴ്സ് തമ്മിലുള്ള അടിയല്ല. അതാണ് ഇവിടുത്തെ രസം. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അതും ഈ സംഘടനയുടെ റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ കൂട്ടാടി. അതും ചില്ലറ അടിയല്ല. വ്യക്തിപരമായിട്ടുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ, മറ്റേ മതപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ രീതിയിലാവുമ്പോൾ ഓബിയസ്ലി ഒരു സംഘടനയുടെ ബാക്കി മെമ്പേഴ്സിന് ഈ പറഞ്ഞ കമ്മിറ്റീൻ്റെ മുകളിൽ വിശ്വാസം നഷ്ടപ്പെടും. ആ വിശ്വാസ പ്രമേയം വയ്ക്കും. ഓക്കെ, ഇത് കൃത്യമായി നോക്കിയിരുന്ന അപ്പുറത്തെ ബെൽറ്റിന് ഇത് യൂസ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. എസ്പെഷ്യലി ഈ പറഞ്ഞ ബാബുരാജ് ആണെങ്കിലും സിദ്ദിഖ് ആണെന്നുണ്ടെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും ഇൻട്രവൽ ബാബു ആണെങ്കിലും ഇവരൊക്കെ ഭയങ്കര കുറച്ച് കാലമായിട്ട് ഇതിനകത്തുള്ള എല്ലാ കളിയും കളിച്ച് ഇതിനകത്തുള്ള എല്ലാ പരിപാടിയും അറിയുന്ന ആൾക്കാരാണ്. അവർക്ക് ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ടിയില്ല. ശ്വേതാ മേനോൻ അത് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ശ്വേതാ മേനോൻ്റെ മണ്ടത്തരം. എന്തായാലും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി ഇറങ്ങി പോന്നല്ലോ, കൊള്ളാം. അപ്പോ എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, നമ്മളുടെ സമിതിയില് ഒരു ട്രഷറർ ഒരു എബ്സ്കോണ്ടർ ആയിരുന്നു. ഹി റാൻ അവേ ഓൺ 1st May. 1 തീയതി നമ്മളുടെ അമ്മ സംഘടനയുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് മറ്റേ പുറത്താക്കിയപ്പെട്ടപ്പോ ലേബറിലും പോലീസിലും കംപ്ലൈന്റ് ചെയ്തപ്പോ ഒരു മെയിലും കൊടുക്കാതെ ഒരു അറിവുമില്ലാതെ കമ്മിറ്റി ഒന്നും അറിയാതെ ഇവര് റിസൈൻ ചെയ്ത് മൂപ്പര് ഓടിപ്പോയി തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോ ഒരുപാട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വീണ്ടും ഞാൻ പറയാണ്, സെപ്റ്റംബർ 1 തീയതി തൊട്ടുള്ള നമ്മൾ വന്നില്ല കമ്മിറ്റിന്റെ എല്ലാം കണക്ക് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഉണ്ണി ശിവപാൽ ഓടിപ്പോയതിന്റെ കഥയാണ് ഇവര് പറയുന്നത്. എന്നാൽ ഉണ്ണി ശിവപാലിന് പറയാനുള്ള കഥ വേറെയാണ്. ഓഫീസ് സ്റ്റാഫിന്റെ അലിഗേഷന്റെ മുകളിൽ ഒരു നേരം പോലും ഉണ്ണി ശിവപാലിന് എന്താണ് ആൻസർ പറയാനുള്ളത് എന്ന് കേൾക്കാൻ കൂട്ടാക്കാത്ത ഒരു സമിതിക്ക് മുമ്പാകെ ഉണ്ണി ശിവപാൽ എന്തിനു വരണം, അല്ലെങ്കിൽ എന്തിന് അങ്ങനത്തെ ഒരു സമിതിക്ക് വേണ്ടി പണിയെടുക്കണം എന്നാണ് ഉണ്ണി ശിവപാലിൻ്റെ വേർഷനായിട്ട് ചോദിക്കുന്നത്. ഒരുപാട് മെയിലുകൾ അയച്ചു, ഒരുപാട് വട്ടം റിക്വസ്റ്റ് നടത്തി. ഉണ്ണി ശിവപാലിനെ കേൾക്കാൻ ഇവർ റെഡിയല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തിനാണ് ട്രഷറർ എന്ന് പണിയെടുക്കണം എന്നുള്ള ചോദ്യമാണ് ഉണ്ണി ശിവപാൽ ചോദിക്കുന്നത്. ഞാൻ വരുന്നുണ്ട്, എനിക്ക് പറയാൻ അവസരം തരുമോന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കത്തുകളും ഇമെയിലുകളും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ വാട്സപ്പ് ചാറ്റുകൾ കൊടുക്കാം, എൻ്റെ യൂബർ യാത്രകൾ കൊടുക്കാം, എൻ്റെ പോളിഗ്രാഫ് ടെസ്റ്റിന് പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലൂടെയും ഞാൻ അറിയിച്ചിട്ടും അത് ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈൻ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ മൊബൈൽ, എൻ്റെ വാട്സപ്പ് ചാറ്റ്, എൻ്റെ യൂബർ യാത്രകൾ, അതുകൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലെ ഞാൻ തയ്യാറാണ്. അതൊരു വിദഗ്ധ കമ്മിറ്റിയിലൂടെ ഈ കമ്മിറ്റിയിലെ എത്ര എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ തയ്യാറാവും? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കാരണം ഒരു തെറ്റ് പോലും ചെയ്യാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന അമ്മയിലെ, എന്നെ വിശ്വസിക്കുന്ന അമ്മയിലെ മെമ്പേഴ്സിനും അടിയാണ് തന്നിരിക്കുന്നത്. ഇതിലെന്ത് ന്യായമുള്ളത്? തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ മറക്കാം, ഇതൊക്കെ വിടാം, ഒരു തെറ്റുമില്ല. പക്ഷേ കാലം തെളിയിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതുകൊണ്ട്
ഈ 21-ാം തീയതി ജനറൽ ബോഡിയിലാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. എൻ്റെ കണ്ണ് കരഞ്ഞു, എൻ്റെ മനസ്സ് കരഞ്ഞു, ഞാൻ തകർന്നു എന്നൊന്നും ചോദിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ചില മെമ്പേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ ആരും ഉണ്ടായിട്ടില്ല. 1-2 മെമ്പേഴ്സ് അവരുടെ വിഷമങ്ങൾ കരഞ്ഞുകൊണ്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സംഭവിക്കുമല്ലേ, നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മളെപ്പോഴും ഒറ്റയാനായിട്ട് തന്നെയാണ്. ഞാനൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നിന്നിട്ടില്ല, അറിയാമല്ലോ. ആദ്യമായിട്ട് അമ്മയിൽ ജനാധിപത്യപരമായിട്ട് ഒരു പാനലിൽ നിൽക്കാതെ മത്സരിച്ച് വന്ന ആളാണ്. ഇപ്പോഴും അത് തന്നെയാണ്. തോറ്റാലും ജയിച്ചാലും എപ്പോഴും അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ സത്യസന്ധതയ്ക്കും നീതിക്കും വിലയുണ്ടോ എന്ന് നോക്കാം. 21-ാം തീയതി ഞാൻ നിങ്ങളിൽ പ്രതീക്ഷിക്കുന്നു, ഞാൻ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അതിനുശേഷം എനിക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ പറയേണ്ടി വരും. അത് പറഞ്ഞേ പറ്റൂ. അതൊക്കെ വഴി പോലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സി യു ദെൻ. നിങ്ങളുടെ സ്വന്തം ഉണ്ണീശോപാലെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഒരു തെറ്റും ഞാൻ ചെയ്തു. ഉണ്ണീശോപാലണ്ണ എന്ത് പോക്കങ്ങൾ പോയത്? പറയാണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. ഇതെന്താ പറയുക, ഇവരാരും ഇതൊന്നും ആദ്യം കൂട്ടി പറഞ്ഞില്ല, അതാണ് വിഷയം. ഇനി ഉണ്ണീശോപാല് പറയാണ്ട് പലതൊന്നും പറയുന്നുണ്ട്. ഓക്കെ, ശ്വേതാമേനോൻ പുറത്തിറങ്ങിയിട്ട് എനിക്കും കുറേ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ലക്ഷ്മിപ്രിയയ്ക്ക് കുറേ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ബൈ ദ വേ, വേറൊരു ഐറണി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ലക്ഷ്മിപ്രിയ, ശ്വേതാമേനോൻ, ഇനി നമ്മുടെ യമുനേച്ചി, മുപ്പത്തിയാർ ഇന്ന് അവിടെ വൻ സീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ള കാര്യമാണ് തുറന്നു പറഞ്ഞത്, നന്നായി എന്താണെങ്കിലും. പക്ഷേ ഫുൾ മുപ്പത്തിയാർ ഫയർ ആയിരുന്നു അവിടെ. പിന്നെ പാരായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്? ബിഗ് ബോസ്, എല്ലാവരും ബിഗ് ബോസ് ബെൽറ്റ് ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ സർവത്ര ബിഗ് ബോസിൻ്റെ ആൾക്കാരും ഫയറാ. മനസ്സിലായോ? ലാലേട്ടൻ മാത്രമേ ഫയർ ആവാത്തുള്ളൂ ഇതിനകത്ത്. ഈവൻ ഈ നീനാകുർ, അൻസിബ എഗെയിൻ ബിഗ് ബോസ് ബെൽറ്റ്. ഇതിനകത്ത് ഈ നീന കുറുപ്പേച്ചി വേണമെന്നുണ്ടെങ്കിൽ പഴയ മലയാളി ഹൗസ് ബെൽറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കിട്ടും. അപ്പോൾ തൽക്കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഡോണ്ട് യു സീ ദ ഐറണി എന്ന് പൃഥ്വിരാജ് ചോദിച്ച പോലെയാണ്. നീന കുറുപ്പ്, അൻസിബ, ശ്വേതാമേനോ, ലക്ഷ്മിപ്രിയ, യമുനേച്ചി, മൊത്തത്തിൽ സീനിയർ മൊത്തം ഈ ബിഗ് ബോസ് ബെൽറ്റാണ് തോന്നുന്നത് ഇതിനകത്ത്. ലാസ്റ്റ് ഇനി AMMA അസോസിയേഷൻ ഇവർ മറ്റേ വല്ല ഇത് ഇറക്കുമോ പത്രക്കുറിപ്പ്, നാളുകളിൽ ബിഗ് ബോസിലേക്ക് പോയ ആരെയും ഇനി AMMA അസോസിയേഷനിൽ എടുക്കില്ല എന്നുള്ള വല്ല സാധനം ഇറക്കി കളയുമോ, പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആരാട്ടൻ ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടി വരും. അതിന്റെ മുമ്പേ ബാബുരാജേട്ടൻ ചെയ്ത കമ്മിറ്റീന്റെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ഇന്ന് വരെ ഞാൻ അമ്മ സംഘടനേന്റെ കാര്യങ്ങൾ പുറത്തു പറയാത്തത് ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഒരു ചെറിയ സംഘടനയാണ്. എനിക്ക് ഒരു റിലീഫ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ല. ഇന്ന് ഞാൻ അമ്മ മെമ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാനുള്ള ഒരു അതിന്റെ ഒരു കെണിയായിട്ട് തന്നെയാണ് കുറെ ഇവിടെ എല്ലാ അല്ല വനിതാ നേതൃത്വത്തിൽ ഇതിന് വനിതയല്ല, ഇതില് പാവകളായില്ലെങ്കിൽ ആ സ്ഥാപന ഓടിക്കാൻ പറ്റില്ല. പാവ ആവാൻ ഞാൻ റെഡിയല്ല. നന്നായി, ശ്വേതാമേനോൻ എപ്പോഴെങ്കിലും കാര്യം മനസ്സിലായില്ല. അതായത് അവിടെ അവർക്ക് ആവശ്യം കുറച്ച് പാവകളെയാണ്. ആർക്ക്? ഇവർ അട്ടിമറിച്ചു എന്ന് ഇവർ പറയുന്ന ഈ പറഞ്ഞ ബാബുരാജ് ബെൽറ്റിൻ്റെ ആവശ്യം കുറേ പാവകളെയാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. ഓക്കെ, പക്ഷെ ഇത് അട്ടിമറിച്ചതിന് പ്രൂഫുണ്ടോ? ഇല്ല. അട്ടിമറിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇവർ ഉണ്ടാക്കി കൊടുത്തോ? ഉണ്ടാക്കി കൊടുത്തു. ഏത്? അതാണ്, ഇതൊരു മെസ്ഡ് അപ്പ് കണ്ടീഷനാണ്. ബട്ട് സ്റ്റിൽ ശ്വേതാമേനോനെ പോലെ ഒരു ഒരു എന്താ പറയുക, ഒരു ഹ്യൂമൻ ബീയിങ്, അവർക്ക് ഇതുപോലെ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ശ്വേത ചേച്ചീനെ പോലുള്ള ഒരാൾക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു ആംബിയൻസിൽ സർവൈവ് ചെയ്യാൻ വളരെ പാടായിരിക്കും. ഇവരിത് പോകാനേ പാടില്ലായിരുന്നു. ശരിക്കും ഈ പരിപാടിക്ക് പോകാൻ പാടില്ലായിരുന്നു. ഒരു മെമ്പറായിട്ടിരുന്നെങ്കിൽ അടക്കം ഇവർക്ക് എത്ര തലവേദന ഉണ്ടാവില്ല. ഇപ്പം ഏറെക്കുറെ പഠിച്ചുകൊണ്ട് ഇവർ ചാടി പോകുന്നല്ലോ പുറത്ത്. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ബാബുരാജ് അടക്കം ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്തുള്ള അഡോക് കമ്മിറ്റിയുടെ കണക്കുകളിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലൊരു ഓഡിറ്റ് നടക്കണമല്ലോ. ഇപ്പം ഈ ബാബുരാജ് അടക്കമുള്ളവർ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താ? ഇവർ കേപ്പബിൾ അല്ല, ഇവരുടെ ഫിനാൻഷ്യൽ സാധനങ്ങൾ ശരിയല്ല, ഇവരുടെ ഓഡിറ്റുകൾ ക്ലിയർ അല്ല, അൻസിബെ ഇവർ കറക്റ്റ് കേട്ടില്ല, ആരോപണങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങിയവർ. അതായത് നമുക്കറിയാം ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഒരു ജനറൽ ബോഡി വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ജനറൽ ബോഡിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. മിനിമം റിക്വയർമെന്റ് ആണ്. ഇവിടെ ഇതുവരെ ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. 1. 2, ഇന്നിവിടെ പാസ്സാക്കാൻ നിന്ന കണക്കുകൾക്ക് ട്രഷറർ റേറ്റില്ല, കണക്കുകൾ ശരിയല്ല, അതുപോലെ തന്നെ റിപ്പോർട്ട് പാസ്സായില്ല. അവർ പല പ്രാവശ്യം കെഞ്ചി ചോദിച്ചിട്ടും ഒരംഗം പോലും, ആദ്യം ഒരു 10 പേര് കൈവക്കി, പിന്നീട് ഒരംഗം പോലും കൈവക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇത്രയും നാൾ ഇവർ ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ്,
ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അത് പക്ഷേ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ്. ക്ലിയർ ആയിട്ട് അറിയാം ഈ ബാബുരാജിന് പരിപാടികൾ. കാരണം മൂപ്പര് എത്ര ക്ലീൻ ആയിട്ടാണ് പറഞ്ഞു നോക്കുക. അതായത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയാണിതും. ഇതിനകത്ത് അവർക്ക് അറിയടേ ഈ ബാബുരാജിന്, സിദ്ദിഖിന്, അതേപോലെ ഗണേഷ് കുമാറിന്, ഇവർക്കൊക്കെ ഈ സംഘടന നടത്തി കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമായി വർഷങ്ങളായിട്ട് നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ശ്വേതാമേനോൻ്റെ ടീമിന് പറ്റിയെന്താ വെച്ചെങ്കിൽ ആ എക്സ്പീരിയൻസ് വളരെ കുറവാണ്. മനസ്സിലായില്ല. അത് പറഞ്ഞു കൊടുക്കാൻ ഇവരാരും ഇല്ലാരും, എല്ലാവരും കൂടി ഇറങ്ങിപ്പോയി ഒറ്റയടിക്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ ശരിക്കും ഫണ്ട് കൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ഫണ്ട് കൊണ്ടുവന്നു. ഇവർ നടത്തിയ പോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സംഘടനയ്ക്കകത്ത് നടത്തി വെച്ചാൽ അതും ഇവർ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഓഡിറ്റ് കീപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയില്ല. പ്രോപ്പർ ചാനലിൽ എല്ലാ കാര്യങ്ങളും ഒരു സംഘടനയുടെ ബൈലോ അനുസരിച്ച് ചെയ്യാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നത് അവർ ചിലപ്പോൾ ബൈലോ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ശ്വേതാ മേനോൻ പ്രസിഡന്റ് അടക്കമുള്ളവർ, കുക്കു പരമേശ്വരൻ സെക്രട്ടറി അടക്കമുള്ളവർ ആരും ബൈലോ തന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും കൃത്യമായിട്ട് ഈ സമയത്ത് ഇത് ഈ രീതിയിൽ ഇതിനൊരു തലയ്ക്ക് അടി കൊടുക്കാൻ ഇവർക്ക് പറ്റിയത് അതിൻ്റെ ഞാൻ പറഞ്ഞത് നേരത്തെ ഗൂഢാലോചനയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഒരു കാര്യം ശ്വേതാ മേനോൻ്റെയും ടീമിൻ്റെയും കയ്യിൽ കാണൂല, നമുക്കും അത് തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ ഇവർക്ക് മറ്റവരെ തല്ലാൻ മാത്രമുള്ളൊരു സിറ്റുവേഷൻ അവരെന്നെ ഉണ്ടാക്കി കൊടുത്തതാണ്. അത് ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാനതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി ഇതാ, 25 ദിവസം കൂടി 45 ദിവസം കൂടി ഇതാന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് മുന്നോട്ട് പോവുക? കാരണം ഇത് കുറെ അല്ലല്ല അതെല്ലാം എന്റെ കമ്മിറ്റി എന്ന് പറയല്ല, ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദിഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളും ഇല്ലല്ലോ കുറ്റാരോപിതർ. നിങ്ങൾ ഒരാളെ പറയും, ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാൽ മതി. ട്രഷറർ ഉണ്ണി ശിവപാൽ എന്താന്ന് പറഞ്ഞു കേട്ടാൽ നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്കറിയാം. ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവർ കാണിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ പുതിയ ഇടവ കമ്മിറ്റിയിൽ രമേഷ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ലിസ്റ്റ് അവർ വരുമ്പോൾ പറയും. ബെസ്റ്റ് ഗണേഷ് കുമാർ അടക്കം കുറ്റാരോപിതരായിട്ടുള്ള ആരും ഉണ്ടാവില്ല. ഈ ഗണേഷ് കുമാറിനെതിരെ ഒരു കുറ്റം ആരോപിച്ചിട്ടില്ലല്ലോ ഇതുവരെ. കൊള്ളാം, അതവിടെ വെക്കട്ടെ. പിന്നെ രമേഷ് പിഷാരടി, ഈ ചെങ്ങായി ഇപ്പോൾ കുറച്ച് ദിവസം മുന്നെയാണ് MLA ആയപ്പോൾ പറഞ്ഞത് ഞാൻ സിനിമയൊക്കെ സൈഡാക്കി ജനസേവനത്തിന് വേണ്ടി ഇറങ്ങാണ്, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങാണ്. ഈ പറഞ്ഞ AMMയുടെ തലപ്പത്തി ഇടവ കമ്മിറ്റീൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇയാൾ ഇനി ഇതുണ്ടാക്കാൻ പോവാൻ നിൽക്കുക. അപ്പോൾ ജനങ്ങൾക്ക് ഇയാൾ കൊടുത്ത വാക്കോ പഴയ ചാക്ക? എടോ, ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഒരു MLA സ്ഥാനം തന്ന് വോട്ട് തന്ന് നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത്. അല്ലാതെ ഇനിയും തിരിച്ചു പോയിട്ട് AMMയിൽ അടി ഉണ്ടായപ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ തലപ്പത്തെ എല്ലാവരും കൂടി പറഞ്ഞ് നിർത്തുമ്പോൾ അവിടെ പോയി നിൽക്കാനല്ല വേണ്ടത്. ഇയാൾ നിന്നാൽ മോശമാവുന്നൊന്നും പറയുന്നില്ല. അയാൾ കപ്പാസിറ്റി ഉള്ള അയാൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഇത് രണ്ടും കൂടി അയാൾ എങ്ങനെ ചെയ്യുന്നുള്ളൊരു ചോദ്യമുണ്ട്. നാളെ ഇത് വെച്ചിട്ട് നിങ്ങൾ കണ്ടോ, ഇവിടെ അടുത്ത മറ്റേ പാർട്ടിക്കാർ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇറങ്ങും. കണ്ടാ ഇവൻ്റെ വാക്കും പഴയ ചാക്കും എന്ന് പറഞ്ഞാൽ ഇറങ്ങും. സിനിമയിൽ അഭിനയിക്കണമെന്നില്ലല്ലോ. സംഘടനയുടെ അഡോ കമ്മിറ്റീൻ്റെ മുകളിലിരിക്കുക എന്ന് പറഞ്ഞാലും വിഷയം തന്നെയാണ്. ഇത് സിനിമക്കാരുടെ വിഷയം നോക്കുമോ നാട്ടുകാരുടെ വിഷയം നോക്കുമോ എന്നുള്ള ചോദ്യം വരും. എന്താണെങ്കിലും വരും. അത് കേൾക്കേണ്ടി വരും ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ. ഇനി രമേഷ് പിഷാരടി നേതൃത്വം വന്ന 1 വർഷം പോലും ആയിട്ടില്ല. അതിന്റെ ഇടയിലാണ് സംഘടന ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് വീണ്ടും പോയത്. ഇത് അമ്മയെ കൂടുതൽ അല്ലല്ല, നിങ്ങൾക്കറിയാലോ എന്താണ് അവർ പറഞ്ഞു കൂട്ടിരുന്നത്. 4 കേസുകളാണ് ഉള്ളത്. ഇതെല്ലാം അമ്മയിൽ ചെയ്തതിൻ്റെ കാര്യമോ? ടീനി ടോമും അൻസിബയും തമ്മിലുള്ള കേസ് ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈ കൊടുത്ത് വിരിയിക്കവരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല.
ഇത് അവരെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. ഈ അഡോ കമ്മിറ്റിക്ക് എത്ര നാൾ മുമ്പ് അഡോ കമ്മിറ്റി ഇപ്പൊ തൽക്കാലം 4 മാസത്തേക്കാണ്. അത് അഡോ കമ്മിറ്റിക്ക് എത്ര കാലാവധിയാണ്? തൽക്കാലം 4 മാസമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാം അടുത്ത ഇലക്ഷൻ വരെ. അത് അവർ തന്നെ തീരുമാനിക്കും. സംഘടനയിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദുരൂഹമായിട്ട് നിൽക്കുകയാണെന്നാണോ? കണക്കുകളിലൊന്നും ഒരു വ്യക്തതയില്ല. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായ? അപ്പൊ സ്ത്രീകളുടെ കാർഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരി. അതെ, 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ടിന് അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാ. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നതാ. ശരിക്കും ഇത് ഒരു വിജിലൻസ് കേസിലേക്ക് പോകേണ്ട കാര്യമാണോ? അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്, കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. എഴുതി ചേർത്തതെന്ന് പറയാൻ ഞാൻ ആളല്ല. വിജിലൻസ് കേസ് കൊടുക്കുക അതൊന്നും ഞാൻ ഇപ്പൊ ഒന്നും പറയൊന്നുമില്ല. കാരണം എന്താ, ഇതിന്റെ പിന്നിലുള്ള ബാക്കി കമ്മിറ്റികളിൽ ഉണ്ടായപ്പോൾ ആ ടൈമിലുണ്ടായിരുന്ന ഓഡിറ്റും കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. ഏതാ കളി? പിന്നെ ദൈവം കൊണ്ടൊന്ന് കൊടുത്തു. ഏത് ഈ 63-65 ലക്ഷം റുപ്യേനെ കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടിനും ഇവർ അയച്ചു കൊടുത്ത് ദൈവം കൊണ്ടു കൊടുക്കും. അതെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുരുകനോ അയ്യപ്പനോ മറ്റേ വേറെ ഏതോ ദൈവമാണ്. അയാളായിട്ട് വന്നിട്ട് ഇയാൾക്ക് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതും തന്നെ ഉറപ്പായി. ഗൂഢാലോചന കൺഫേം. മനസ്സിലായോ? ഉണ്ണി ശിവപാലും അൻസിബയൊക്കെ ഇവരുടെ അടുത്ത് പോയിട്ട്, അതായത് ഇവിടുന്ന് തെറ്റി അവിടെ പോയിട്ട് ഈ ബെൽറ്റിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ നിങ്ങൾ നോക്കണം, അൻസിബ ആദ്യം മുതൽ പറയുന്നുണ്ട് കണക്കിലാണ് ഇവിടുത്തെ പ്രശ്നം. സ്പോൺസർഷിപ്പ് പൈസ മേടിച്ചതിൽ വൻ തിരിമറി അല്ലെങ്കിൽ വൻ രീതിയിലുള്ള അഴിമതി അല്ലെങ്കിൽ വൻ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ളത് അൻസിബ പറയുന്നുണ്ട്. മേ ബി ഈ വിഷയങ്ങൾ ചിലപ്പോൾ അൻസിബ അവിടെയും പറഞ്ഞിട്ടുണ്ടാവണം. ഉണ്ണി ശിവപാൽ ഈ പറഞ്ഞ ട്രഷറർ മാറി പോകുമ്പോൾ ഇവർ ഈ 63-65 ലക്ഷം കൊണ്ടുവന്ന് ഇവിടെ പരിപാടികൾ നടത്തിയതിൻ്റെ ഓഡിറ്റ് ഇവരെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ട്രഷറർ വേണ്ടത് ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് പോകാനും വക്കീലിൻ്റെ അടുത്ത് പോകാനും ഈ സാധനങ്ങൾ നോക്കാനും. CAൻ്റെ അടുത്തൊക്കെ പോകണമെങ്കിൽ ട്രഷറർ വേണം. ട്രഷറർക്ക് വരെ ഇവർ ഇത്രയും കണക്കും കാര്യങ്ങളൊക്കെ കൈ പിടിച്ച് പോയി കഴിഞ്ഞാൽ പരിപാടി നടക്കുമോ? ഇല്ല. അപ്പം നൈസ് പ്ലേ, അണ്ടർ പ്ലേ. ഓക്കെ, ഞാൻ അൻസിബ പറയുന്നത് നോക്കാം. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷേ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷേ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത് അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അതാണ് അൻസിബയ്ക്ക് പറയാനുള്ളത്. അൻസിബയ്ക്ക് എന്തായാലും സമാധാനമായി. കാരണം അൻസിബയ്ക്ക് പറയാനുള്ള ഒരു സ്പേസ് കിട്ടി. അൻസിബയെ മാത്രമേ കേട്ടുള്ളൂ എന്നുള്ളൊരു വിഷയം കൂടി ഇതിനകത്ത് ലക്ഷ്മിപ്രിയയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. കാരണം അൻസിബയ്ക്ക് വേണ്ടി ബാക്കി ജനറൽ ബോഡിയിൽ അല്ലാത്ത വന്നതിൽ ബാക്കി മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് അല്ലാതെ ജനറൽ ബോഡിയിൽ വന്ന സാധാ മെമ്പേഴ്സ് എല്ലാവരും അൻസിബേനെ കേൾക്കാനും അൻസിബേൻ്റെ കാര്യങ്ങൾ അറിയാനുമാണ് നിന്നത്. ജനറൽ ബോഡിയിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ കടന്നാക്രമിച്ചു എന്നുള്ളതൊക്കെയാണ് അവരുടെ വേർഷൻ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. കാരണം മെമ്പേഴ്സിന് അവർക്ക് തീരുമാനിക്കാമല്ലോ അവർക്ക് ആരെ കേൾക്കണം എന്നുള്ളത്. കൃത്യമായൊരു ഓഡിറ്റോ കാര്യങ്ങളോ കയ്യിലില്ലാത്ത ഒരു കമ്മിറ്റിയെ കേൾക്കണോ, അതോ അൻസിബ പറയുന്ന ഒരു സംഗതി, അതായത് ആ കമ്മിറ്റിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ആ കമ്മിറ്റിക്കകത്ത് നിന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് അത് പുറത്ത് കേസായ അൻസിബേനെ കേൾക്കണം എന്നുള്ളതൊക്കെ മെമ്പേഴ്സിൻ്റെ തീരുമാനമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതേപോലുള്ള കുറുക്കന്മാർ, ബാബുരാജിനെ പോലുള്ള ബെൽറ്റിലുള്ള കുറുക്കന്മാർ പുറത്തുള്ള സമയത്ത്
ഓബിയസ്ലി ഇതിനകത്തുള്ള ബാക്കി കുറേ മെമ്പേഴ്സിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. അത് സീനുകളൊന്നും ഇല്ലാതിരിക്കൊന്നുമില്ല. എന്താണെങ്കിലും അൻസിബയ്ക്ക് സമാധാനമായി. കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാധനം കേൾക്കാൻ ആളായല്ലോ. ഇനി ലക്ഷ്മിപ്രിയ എന്താ പറയണത് നോക്കാം. ലക്ഷ്മി എന്താ ലക്ഷ്മി സംഭവിച്ചത് എന്താ? എനിക്കൊന്നും പറയാനില്ല. ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഈ കമ്പനി? എനിക്കറിയില്ല. ഇതിപ്പോ സേത പറയുന്നു സേത പൂർണ്ണമായിട്ട് രാജിവെച്ചു, ഞാനും രാജിവെച്ചു, അംഗത്വം ഉപേക്ഷിച്ചു. ലക്ഷ്മി അംഗത്വം ഉപേക്ഷിച്ചു. ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ലക്ഷ്മി? എനിക്കറിയില്ല. കാരണം ഒരു സൈഡ് മാത്രം പറയുന്നതാണ് ശരി എന്ന് പറയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ എങ്ങനെ പോകും? ഇവിടെ ഈ നാട്ടിൽ കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്വ ബാബു അടക്കമുള്ള ആളുകൾ ഇതിലൊരു ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നരേഷൻ മാത്രം വിശ്വസിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മി ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? അത് മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ്, മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകർ എന്നൊക്കെ അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങളും അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്ന് പറയുന്നു. ഞാൻ അത് എനിക്കുൾപ്പെടെ വരുന്ന ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ബുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതിരുന്നത് പോലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ട്സ് ഞങ്ങൾക്ക് പൂർണ്ണമാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല. ഓഗസ്റ്റ് 10 മുതൽ ഇതുവരെയുള്ള ഇത്ര ചെറിയ മാസങ്ങളേ ഉള്ളൂ. ഈ മാസത്തെ കണക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ലക്ഷ്മിപ്രിയ പറയുന്നത് മീഡിയക്കാരിവിടെ മാനിപ്പുലേറ്റ് ചെയ്തു, അതുകൊണ്ട് വലിയ വിഷയമുണ്ടായി. അല്ലാതെ സംഘടനയ്ക്കകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടിയ കുത്തൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല അല്ലേ? നൈസാണ്, അതവിടെ നിൽക്കട്ടെ. പിന്നെ പറഞ്ഞത് എന്താ, പൈസയുടെ തിരിമറിയും കണക്കും. അതായത് ഇവരുടെ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ള സമയത്തുള്ള വിഷയങ്ങളല്ല, ഇതിന് മുമ്പുള്ള കമ്മിറ്റിയുള്ള വിഷയങ്ങളാണ്. ഇത് തന്നെയാണ് ഇവിടെ ആര് പറഞ്ഞേ, ശ്വേതമേനോൻ പറഞ്ഞേ. ഈ സാധനം എൻഡോസ് ചെയ്യാൻ ബാബുരാജും ടീമും റെഡിയല്ല. ഏത് ഇവിടെ വൻ രീതിയിലുള്ള കാശിൻ്റെ എന്തൊക്കെയോ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്, വളരെ എവിഡൻ്റ് ആണ്. ഇനി നാളുകളിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ അസോസിയേഷൻ്റെ ഈ ഒരു എക്സിക്യൂട്ടീവ്, ശ്വേതാമേനോൻ്റെ എക്സിക്യൂട്ടീവ് തുടങ്ങിയ സമയത്താണ് ഈ ദിലീപിൻ്റെ കേസ് സോൾവ് ആയത്. ഓക്കെ, ദിലീപ് കുറ്റവിമുക്തനായത്. അപ്പോൾ ആ ടൈമിൽ ദിലീപിനെ തിരിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദിലീപ് മെമ്പർ അല്ലല്ലോ, ആണോ അല്ലേ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഞാൻ പറയുകയാണേ, ദിലീപ് നാളെ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു മെയിലും അയച്ച് ദിലീപ് ഇതിൻ്റെ ഭാഗമാവണം എന്ന് പറഞ്ഞ് വന്നാൽ ഓക്കെ, ദിലീപിന് ഇനി വരാം. കാരണം അയാൾ കുറ്റാരോപിതനും അല്ല, കുറ്റവിമുക്തനായി. ആ ചെങ്ങായിനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ തലപ്പത്തിരുത്തു. ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്, ഏത് സംശയം കൊണ്ട് നമുക്ക് ചോദിക്കാമല്ലോ, ഒരു ക്യൂരിയോസിറ്റിക്ക്. കാരണം ശ്വേതാമേനോൻ അടക്കമുള്ളവർ അന്ന് ദിലീപിൻ്റെ കാര്യം പറയുമ്പോൾ അയാൾ ഇതിന് മെമ്പറാണോ അല്ലേ, മെമ്പർ ആവണമെങ്കിൽ മെയിൽ അയക്കണം എന്നൊക്കെയുള്ള ഡയലോഗ് അടിച്ചേ. ദിലീപിനെ കോടതി കുറ്റമുക്തരാക്കിയിട്ടുണ്ട്, സംഘടനയിലേക്ക് എടുക്കുന്നതിനെ കുറിച്ച് അങ്ങനെ ആലോചന. മൂപ്പര് മെമ്പറാണോ? ഇല്ലല്ലോ, നമ്മുടെ മെമ്പറല്ല. മെമ്പർഷിപ്പിൽ അപേക്ഷിക്കട്ടെ, അപ്പൊ നമ്മൾ ആലോചിക്കാം. അമ്മയുടെ മെമ്പർ ആവണമെങ്കിൽ ആദ്യം നിങ്ങൾ ലെറ്റർ തരണം. മൂപ്പര് മെമ്പറല്ല. അപ്പം ഈ സംസാരിച്ച് ഇവരിപ്പോൾ ഇല്ല, ഇവർ സ്വയമേവ രാജിവെച്ച് പോയി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ തലപ്പത്തേക്ക് ആര് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പണ്ടത്തെ പോലെ ലാലേട്ടൻ വന്നിരിക്കുമോ, ഇടവേള ബാബു വന്നിരിക്കുമോ, അതോ ഇനി ദിലീപിൻ്റെ ഒരു എൻട്രി ഉണ്ടാവുമോ ഇതിനകത്ത്? ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ആ കാര്യത്തിൽ. എന്താണെങ്കിലും മൊത്തത്തിൽ അടിച്ച് പിരിഞ്ച് രണ്ട് ബെൽറ്റായിട്ടുണ്ട്. പുറത്തിറങ്ങിയ ശ്വേതാമേനോനും ലക്ഷ്മിപ്രിയയും ഉണ്ണി ശിവപാലും ഇവരൊക്കെ ഇനി എന്തെങ്കിലും പറയൂ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇതിനകത്ത് ഇരുന്ന സമയത്ത് ഇവരാരൊക്കെ കുത്തിയെന്നോ അല്ലെങ്കിൽ ചതിച്ചു എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് വിളിച്ച് പറയാമല്ലോ. പറയട്ടെ, ഇവർ പറയട്ടെ, നമുക്ക് അരി വാങ്ങാം. നമുക്കല്ലേ, എനിക്ക് അരി വാങ്ങാം.